കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ആരാധനയ്ക്കായുള്ള ഒരു ചിന്ത ഈ സമയത്ത് നിങ്ങളെ കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിലേക്കായി യെശയ്യാപ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളകയും അനേകരുടെ പാപം വഹിച്ചു അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇവിടെ ഒടുവിൽ പറഞ്ഞ ആ വാചകം, അതായത് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ തൻ്റെ ഇരുവശങ്ങളിലുമായി ഓരോ കള്ളന്മാരെയും ക്രൂശിച്ചതായി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അവരെക്കുറിച്ച് പറയുന്നത് ദുഷ്പ്രവർത്തിക്കാർ എന്നാണ്. എന്നാൽ കർത്താവ് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യാതൊരു പാപവും ചെയ്യാത്തവനാണ് നമ്മുടെ കർത്താവ്. പാപം ഇല്ലാത്ത, പാപം ചെയ്യാത്ത, പാപം അറിയാത്ത, അങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും പാപത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ നടുവിൽ കിടത്തിയിട്ട് ഈ രണ്ട് കള്ളന്മാരെ ഇരുവശങ്ങളിലായി തൂക്കുമ്പോൾ, ക്രൂശിക്കുമ്പോൾ കാണുന്നവരെന്നാ പറയും? ആ നടുവിൽ കിടക്കുന്ന ആള് ഏറ്റവും വലിയ കള്ളനാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ നടുവിൽ കിടത്തിയത് എന്ന് പറയും. അപ്പോൾ വാസ്തവത്തിൽ കള്ളന്മാരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ എല്ലാം അവരെക്കാളൊക്കെ വലിയ കള്ളൻ നടുവിൽ കിടക്കുന്ന ആളാണ് എന്ന് ആരും ചിന്തിച്ചു പോകും. യേശു കർത്താവിനെ കുറിച്ച് 69-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന്. ചമ്മട്ടി എൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന് നാം വായിക്കുന്നില്ല. അല്ലെങ്കിൽ മുൾക്കിരീടം എൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന് വായിക്കുന്നില്ല. ആണി എൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന് വായിക്കുന്നില്ല. പിന്നെ എന്താ ഹൃദയത്തെ തകർത്തത്? നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. അതുപോലെ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. പാപിയാക്കപ്പെട്ടിട്ടില്ല, പാപമാക്കപ്പെട്ടു. അതും ഈ നിന്ന ഹൃദയത്തെ തകർത്തു എന്നതിനോട് ചേർത്ത് ചിന്തിക്കാവുന്ന കാര്യം. ഞാനിത് പറയുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളുടെ സ്വദേശമായ വാളകത്ത് ഒരിക്കൽ ഒരു പുരുഷൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ വഴിയിൽ എതിർവശത്തായി ഒരു സ്ത്രീയും അതേ ദിശയിൽ നടന്നു പോകുന്നുണ്ട്. ആ സ്ത്രീ ആണെങ്കിൽ ആ ദേശത്തെ വളരെ മോശമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഈ പുരുഷന്റെ ഒരു കൂട്ടുകാരൻ എതിർവശത്തുനിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ടാ പോണേന്ന്? നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ടാ പോണത്? വാസ്തവത്തിൽ അദ്ദേഹം തമാശയായിട്ട് ചോദിച്ചതാണ്. എന്നാൽ ഈ പുരുഷനെ സംബന്ധിച്ച് ആ ചോദ്യം തന്നെ വളരെ ലജ്ജിപ്പിക്കാനും അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിന് ആ ചോദ്യം വളരെ വേദന ഉണ്ടാക്കാനും ഇടയായി. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ കാരണം എന്ന് മനസ്സിലായല്ലോ. സാമാന്യം നല്ല നിലയിൽ ജീവിക്കുന്ന, നല്ല വീട്ടിൽ ജനിച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന ആ പുരുഷനെ മോശമായി ജീവിക്കുന്ന സ്ത്രീയോട് സമാനപ്പെടുത്തി, തുല്യപ്പെടുത്തി
അത് അദ്ദേഹത്തിന് തീർത്താ തീരാത്ത ഒരു വേദനയായി. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആ പുരുഷനും നമ്മളെല്ലാവരും പാപത്തിൽ ജനിച്ചവരാ അല്ലേ? ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ എന്തെങ്കിലുമൊക്കെ പാപം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് പോലും തന്നെ ആ സ്ത്രീയോട് ബന്ധപ്പെടുത്തി പറയുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നിയെങ്കിൽ എങ്കിൽ ഒരു പാപവും ചെയ്യാത്ത, ജന്മന കർമ്മണ അല്ലെങ്കിൽ മനസാ വാച കർമ്മണ ഒരു തെറ്റും ചെയ്യാത്ത കർത്താവിനെ കള്ളന്മാരുടെ കൂടെ കൂട്ടിയപ്പോൾ കർത്താവിന് എന്തുമാത്രം വിഷമം തോന്നിക്കാണും. നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു എന്ന് പറയുന്നത് വെറുതെയാണോ? എല്ലാവരാലും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും ഇരുന്നു എന്ന് യെശയ്യാപ്രവചനം 53 ആദ്യ ഭാഗത്ത് നമ്മൾ കാണും. ഈ കർത്താവ് 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ കിടക്കേണ്ടി വന്നു. ആരാ ഈ ദുഷ്പ്രവർത്തിക്കാരെ? ആരെയാ സൂചിപ്പിക്കുന്നത്? നമ്മെ ഓരോരുത്തരെയാ. നമ്മെ അല്ലെങ്കിൽ നമ്മെ രക്ഷിക്കാനായിട്ട് കർത്താവ് തീരുമാനിച്ചപ്പോൾ നമ്മെപ്പോലെ തന്നെയുള്ള 2 ദുഷ്പ്രവർത്തിക്കാരുടെ ഇടയിൽ കിടക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ, അതും ഒരു പാപവും ചെയ്യാത്ത കർത്താവ് എന്തുമാത്രം വേദന സഹിച്ചുകൊണ്ടായിരിക്കും അവിടെ കിടന്നത്. നമുക്കിന്ന് രാവിലെ ആ വലിയ സത്യം ഓർക്കാം. നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ച ത്യാഗത്തെ, ആ നിന്ദയെ, ആ ഹൃദയവേദനയെ നമുക്ക് ഓർക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അവിടുന്ന് ഇതെല്ലാം സഹിച്ചത്. ഞങ്ങളെ ആ പാപത്തിന്റെ നിന്ദയിൽ നിന്ന് വീണ്ടെടുക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്ന സഹിച്ചല്ലോ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കർത്താവിനെ ആരാധിക്കാം, അവനെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. അവിടുത്തെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഇന്ന് പകലിൽ ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തയ്ക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുവാനിടയായി. ഞങ്ങളായിരുന്നു എണ്ണപ്പെടേണ്ടിയിരുന്നത്, എന്നാൽ ഞങ്ങളെ പ്രതി അവിടുന്ന് എണ്ണപ്പെടേണ്ടി വന്നു. ആ വലിയ സ്നേഹത്തെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്തുകൊണ്ട് അങ്ങേക്ക് എല്ലാ സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.